ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മിയൂസിൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് വന്നാലോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. 10 മണിയല്ല, 9:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അവളെന്നെ എണീപ്പിക്കാനുള്ളൊരു ഇതിലായിരുന്നു. എണീപ്പിച്ചു. അത് കഴിഞ്ഞ് ഇപ്പോൾ ചേച്ചി കുരിശ് വരച്ച് ഇപ്പോൾ ചെറിയ പിള്ളേരല്ലേ, അപ്പോൾ കുരിശ് വരപ്പിച്ചിട്ടൊക്കെ നമ്മൾ എണീപ്പിക്കുക. അപ്പോൾ ചേച്ചി പള്ളിയിലേക്ക് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. 10 മണിയുടെ കുർബാനയ്ക്ക് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ വണ്ടിയിൽ പോണ കാരണം 5 മിനിറ്റ് മുമ്പ് പോയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അവളെ എണീപ്പിച്ച് കുരിശൊക്കെ വരപ്പിച്ച് സ്തുതിയൊക്കെ കൊടുത്ത് എനിക്കും അതുപോലെ സ്തുതിയൊക്കെ തന്നിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. പല്ലിക്കാൻ പോവാ മീസ്, പല്ലിക്കാൻ പോവാ. ബ്രഷ് എടുത്ത് പൊക്കോട്ടാ. ഇതാണ് ഞങ്ങളുടെ ബ്രഷ് അല്ലേ. അത് കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കാലത്ത് തന്നെ പാലുകൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവളുടെ. അത് കഴിഞ്ഞിട്ടാണ് അവൾ ബ്രഷ് ചെയ്യാനായിട്ട് പോണത്. അപ്പോൾ എന്തായാലും ചേച്ചീനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം. അപ്പോൾ അവൾക്ക് അധികം വയസ്സൊന്നും ആയിട്ടില്ല, 1.25 വയസ്സായിട്ടുള്ളൂ. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യിപ്പിക്കണം നല്ലതാണല്ലോ. അപ്പോൾ അതേ ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവൾ മുഖമൊക്കെ തുടച്ച് പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ഒരു ഫോൺ കണ്ടു, അമ്മയുടെ ഫോണായിരുന്നു. അപ്പോൾ അമ്മയുടെ ഫോൺ അവൾ അമ്മാമ്മയ്ക്ക് കൊണ്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ചേച്ചി പോവാണ് കേട്ടോ, പള്ളിയിലേക്ക് പോവാണ്. പള്ളിയിലേക്ക് പോണ സമയമാകുമ്പോഴേക്കും അവൾ എണീക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചേച്ചി പള്ളിയിലേക്ക് പോണ കണ്ടപ്പോൾ അവൾ പുറത്തേക്കൊക്കെ ഇറങ്ങി ചേച്ചീനെ കണ്ട്. ഭാഗ്യത്തിന് കരഞ്ഞൊന്നുമില്ല കേട്ടോ, സാധാരണ അവൾ കരയാറൊക്കെ ഉണ്ട്. അപ്പോൾ ചേച്ചീനെ പോണ സമയമാകുമ്പോഴേക്കും അവൾ കരച്ചിലും പിഴിച്ചിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അവൾ ടാറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ചേച്ചി പള്ളിയിലേക്ക് പോവാണ് കേട്ടോ. 10 മണിക്ക് അങ്ങോട്ടാണ് കുർബാന. 10 മണിക്കാണ് കുർബാന. അപ്പോൾ ചേച്ചി പോയി. നമ്മുടെ കുട്ടിയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുക. ചായ കുടിച്ചു കൂട്ടോ അവള്. അത് കഴിഞ്ഞിട്ട് ഇതേപ്പോൾ ഇഡ്ഡലി കഴിക്കുകയാണ്. ഒരു ഇഡ്ഡലി 2 ഇഡ്ഡലി ഒക്കെ കഴിക്കും കുട്ടി. ആ കഴിക്കിത്. എന്ത് സാധനം മിസ്? യോഗട്ട് പറഞ്ഞ യോഗട്ട്. നമ്മൾ മിൽക്കി മിസ്റ്റിൻ്റെ ഒരു ഫ്രൂട്ട് യോഗേർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു, സ്ട്രോബെറി ഫ്ലേവർ. അപ്പോൾ ചേച്ചി ഇന്ന് സൺഡേ അല്ലേ, അപ്പം ചേച്ചി സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ മേടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ഈ കുത്തി ഇരുന്ന് കഴിക്കുന്നത്. അതിൽ പകുതി ഞാൻ കഴിച്ചു, അപ്പോൾ ബാക്കി അവൾക്ക് കൊടുത്തതാണ്. അതിലിപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിരുന്ന് കഴിക്കട്ടെ. യോഗട്ട് ഇത് വേറൊരു ഫ്ലേവറാട്ടോ, ബ്ലൂബെറിയുടെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവളുടെ ബ്ലൂബെറി യോഗട്ടും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 1 മണി 1:30 ആയിട്ടുണ്ട് കേട്ടോ. അവൾ ചോറ് കഴിക്കുകയാണ്. അമ്മയാണ് വാരി കൊടുക്കുന്നത്. ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയാണ് കഴിക്കുന്നത്. അതിന് ഗ്രേവി കുറച്ച് അധികം എരിവും കാര്യങ്ങളൊന്നും അവൾ കഴിക്കുന്നില്ല, എന്നാലും കുറച്ചാണ് എടുത്തിട്ടുള്ളൂ, അധികമൊന്നും എടുത്തിട്ടില്ല. കുറച്ച് ചിക്കൻ കറി അതുപോലെ തന്നെ കുറച്ച് ചോറും. അതധികം കഴിക്കൊന്നുമില്ല, എന്നാലും ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൾ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ചോറ് വാരി കൊടുക്കുകയാണ്. മൊബൈലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ കുട്ടിക്ക് ചോറിനാൻ വേണ്ടിയിട്ട്. TV കണ്ടിട്ട് തന്നെയാണ് ചോറിനത്. പക്ഷേ ടി വിയിൽ സൗണ്ട് നമ്മൾ ഓഫ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ. മേമയുടെ ഉണ്ണീനെ നോക്കിയിട്ട് വാവോ പാടിയേ, അങ്ങനെ പാടാ. വാവോ പാടിയേ. ആക്കി ചിരിക്കുകയാണ് കേട്ടോ കുട്ടി, ആക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തെ കളിയാണ്. ഉറങ്ങാൻ കെടുത്തിയ ആളാണ് ഇപ്പം കാണിക്കുന്നത്. മേമ പോട്ടെ, ടാറ്റാ. മേമ പോട്ടെ, ബൈ. കപ്പലിന്റെ മിഠായിയാണോ? മേമയ്ക്കില്ലേ? പോടുന്ന് മേമയ്ക്കില്ലേ? പിന്നെ ഇവള് കളിക്കണ സംഭവമാണ് കേട്ടോ. പൗഡറൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ കുട്ടി കളിക്കുക. അപ്പോൾ അത് നമ്മുടെ എൻചാൻഡറിൻ്റെ ഒരു പൗഡറാണ് കേട്ടോ അവളുടെ കയ്യിലിരിക്കണത്. അതെടുത്ത് തുറന്ന്
കയ്യിലൊക്കെ ഇട്ട് തന്നെ കയ്യിലിടും. ആരും ഒന്നും പഠിപ്പിച്ച് കൊടുക്കണ്ട, തന്നെ കയ്യിലിടും. കയ്യിലിട്ടിട്ട് മുഖത്തൊക്കെ തേച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഇപ്പോൾ നമ്മൾ ചെയ്യില്ലേ അതുപോലെ തന്നെ എന്താ പറയുക, ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ചെയ്യണ കണ്ടിട്ടാണ് അവൾ ഇതൊക്കെ പഠിക്കണത് കേട്ടോ. കണ്ടു പഠിക്കുകയാണ് അവൾ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊന്നല്ല കേട്ടോ, ഇപ്പം എന്തായാലും അവൾ ചിലപ്പോൾ നമ്മളെ കണ്ടുപിടിക്കും. അവളെ തന്നെ ഇതാക്കിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ അവിടെ നിന്ന് അതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ കരയും. അപ്പോൾ അതേ നമ്മുടെ മ്യൂസ് ഇത് ഇവിടെ കിടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉറക്കത്തിലേക്കുള്ള പരിപാടിയാണ്. മ്യൂസിൻ്റെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ കിടക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കാണ് കേട്ടോ. ചോറുണ്ട് കഴിഞ്ഞ് അമ്മ ചോറ് കൊടുത്തു. ഇനിയിപ്പോൾ പാൽ കുടിച്ചിട്ട് കിടക്കുകയാണ് ആൾ. ഇനി എപ്പോൾ ഉറങ്ങും എന്നുള്ള കാര്യമൊന്നും അറിയില്ല. ഉറങ്ങിയാൽ ഉറങ്ങി. കഷ്ടപ്പെട്ട് നോക്കുന്നുണ്ട് എന്നെ. അപ്പോൾ ചോറ് പരിപാടിയും എല്ലാം കഴിഞ്ഞു. ഉച്ചയ്ക്ക് അത് നമ്മൾ കിടന്ന് ഉറങ്ങി. അപ്പോൾ അതൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല കേട്ടോ, ഫുൾ ഉറക്കത്തിലായിരുന്നു. ബിരിയാണിയാണ് നമ്മളിന്ന് വെച്ചത്, അപ്പോൾ ഫുൾ ഉറക്കത്തിലായിരുന്നു. ഇത് ഉറക്കം കഴിഞ്ഞ് നമ്മൾ എണീറ്റു. ഇപ്പോൾ ചായ കുടിക്കാനായിട്ട് എണീറ്റു. അപ്പോൾ അവൾ ബിസ്ക്കറ്റ് കഴിക്കുകയാണ്, എന്തോ ഒരു ചോക്ലേറ്റിൻ്റെ എന്തോ ഒരു. അപ്പോൾ നമ്മുടെ മ്യൂസിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 7 മണി വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് എടുത്തിട്ടുള്ളത്. ഈ കാണുന്നത് അവളുടെ അമ്മോടുള്ള സ്നേഹമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ വേറൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, ബൈ.